നമസ്കാരം പ്രിയപ്പെട്ടവരെ. നിരവധി സിനിമകളുടെയും അതുപോലെ തന്നെ സീരിയലുകളുടെയും ഫ്ലവേഴ്സിൻ്റെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകും എന്ന പരമ്പരയിൽ പത്രക്കാരൻ കണ്ണനായെത്തിയ ചടയമംഗലത്തിൻ്റെ സ്വന്തം കലാകാരൻ ശ്രീ കണ്ണൻ കടന്നൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്. കണ്ണൻ ചേട്ടോ, കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിച്ചു. ഞാൻ സാക്ഷി ടി വിയിൽ നിന്ന് വന്നത്. അന്നിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വന്നത്. ഇപ്പം എന്താണ് പരിപാടി? ജീവിതമൊക്കെ എങ്ങനെ പോണു? ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം കലാരംഗത്തൊന്നും ഇപ്പം വലിയ വർക്കൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ 2 മാസത്തിന് മുമ്പ് തിരുത്തെന്നുള്ള പടത്തിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തു, ഒരു കോൺസ്റ്റബിളിൻ്റെ വേഷം. അതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞു. പടം എനിക്ക് തോന്നുന്നു OTT റിലീസാണ്. ത്രൂ ഔട്ട് വേഷമാണ്. ഇതുവരെ ചെയ്തതിനെക്കാട്ടി ത്രൂ ഔട്ട് പടം സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം വരെ ആ സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊപ്പം ഉണ്ട്. ഇപ്പം ഞാൻ ഒരു GNG കമ്പനിയിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഒരു നമ്മളെ ചെമ്മണ്ണൂർ ജുവൽസിലൊരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. കണ്ണൻ ചേട്ടാ, ഈ കലാജീവിതത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. ഈ കലാജീവിതം തുടങ്ങിയത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? കലാജീവിതം തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു 16 MG സ്കൂളിൽ പഠിക്കുന്ന, എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുന്നത്. വെച്ചാൽ അന്ന് ഏഷ്യാനെറ്റ് മാത്രമാണ്. ഒരു ഇൻ്റർവ്യൂ വന്നു. അന്ന് ഓഡിയേഷൻ എന്ന് പറയാക്കത്തില്ല, ഇൻ്റർവ്യൂ വന്നു. അത് കോട്ടയത്തായിരുന്നു, CMS കോളേജിൻ്റെ അടുത്തായിരുന്നു. അന്ന് നമ്മൾ ആ കടമുറ്റത്തെ കത്തനാരിൽ അഭിനയിക്കുന്ന പള്ളിയിലച്ഛനുണ്ടല്ലോ, പുള്ളിയായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അതിൽ കൂടാരപ്പക്ഷികൾ എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര്. അന്ന് NG സോമൻ്റെ സ്റ്റുഡൻ്റായിട്ട് കനാല ചേച്ചിയുടെ മോനും ജഗന്നാഥൻ എന്ന് മരിച്ചുപോയ നടനുണ്ട്, ഒരു ഓട്ടംതുള്ളുകാരൻ ആർട്ടിസ്റ്റായിരുന്നു. പുള്ളിയുടെ മകനായിട്ട് ഒരു 2 എപ്പിസോഡുകൊണ്ടേ ഞാൻ വന്നിട്ടുള്ളത്. കൂടാരപ്പക്ഷികൾ ഏഷ്യാനെറ്റിലായിരുന്നു. അതായിരുന്നു എൻ്റെ തുടക്കം. ഏകദേശം ഒരു 28 വർഷം മുമ്പാണ്. 28 വർഷമാവും? 28 വർഷം ഫസ്റ്റ് കൂടാരപ്പക്ഷികൾ അഭിനയിക്കുന്നത്. അതായിരുന്നു ആദ്യത്തെ തുടക്കം. അതുപോലെ തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. വക്കാലത്ത് നാരായണൻകുട്ടി എന്ന പോലെ നല്ല നല്ല സിനിമകളുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ സിനിമയെക്കുറിച്ച് എന്താണ് നല്ല ഓർമ്മകൾ? സിനിമയെക്കുറിച്ച് ഓർമ്മയെന്ന് പറയുമ്പോൾ ആക്ടിങ്ങിൽ ITIയിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയം ഇന്നത്തെ പ്രശസ്ത നടൻ്റെ ബാച്ചിൽ പഠിച്ചാണ് സുരാജ് വെഞ്ഞാറോൾ. അദ്ദേഹം മിമിക്രിയൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്ഥലത്ത് ചില സുരേഷ് ഗോപിയൊക്കെ ചുമ്മാ കാണിക്കുന്ന സമയം, അന്നാണ് ഒരു പ്രത്യേകിച്ച് ചാൻസ് ചോദിച്ച് ട്രിവാൻഡ്രത്തിലൊക്കെ നടക്കുന്ന സമയം. ആ സമയത്ത് ബി രാകേഷേട്ടൻ്റെ പടത്തിൽ TK രാജീവ്കുമാർ കാണാനായിട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സാറിനെ പോയി കണ്ട്. അന്ന് ആദ്യമായിട്ടാണ് വക്കാലത്താറിന് കുട്ടിയിൽ ജയറാമേട്ടനോടൊപ്പം തന്നെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യുന്നത്. മഞ്ഞ, ജയറാമേട്ടൻ, ഞാൻ ഒരു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ചും പിന്നെ കോളേജിൽ ഒരു സീനിൽ നല്ലൊരു 2 ക്ലോസ് തന്നിട്ടുണ്ട്. പടം അന്ന് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ ചെയ്യുന്നത് സൗമ്യം എന്ന് പറയുന്ന സിനിമയാണ്. ആ പടത്തിൽ അനിൽമുരളിയോടൊപ്പം, ഇന്ന് ജയശ്രമാഷിൻ്റെ കൊലപാതകം, അന്ന് അനിൽമുരളിയോടൊപ്പം ഒരു പക്ക ക്യാരക്ടർ, ക്രിമിനൽ ക്യാരക്ടർ ചെയ്തു. ആ പടം പകുതി വെച്ച് ഷൂട്ടിങ് നിന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ 2 സിനിമകളെന്ന് പറയുന്നത്. ഒന്ന് റിലീസായി, ഒന്ന് അതിനൊക്കെ പോയി. കണ്ണചേട്ടാ, അടുത്ത ചോദ്യം, എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ എത്ര സീരിയൽ ചെയ്തിട്ടുണ്ട്? സിനിമകൾ ഞാൻ 7 സിനിമകളും ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തതെല്ലാം തന്നെ ഡയലോഗുള്ള വേഷമായിരുന്നു എല്ലാം. ഇപ്പം നമ്മളെ പൃഥ്വിരാജ് ഫസ്റ്റിൽ അഭിനയിച്ച സിനിമ, പുള്ളിയുടെ സിനിമ നന്ദനമാണ് എല്ലാവരും അറിയുന്നെങ്കിൽ ആദ്യം അഭിനയിച്ച വയലൻസ് ആയിരുന്നു. രണ്ടാമത് അഭിനയിച്ചത് നമ്മൾ തമ്മിൽ നിന്നുള്ള സിനിമയാണ്. അന്ന് ജയചേട്ടനോടൊപ്പം തന്നെ കോമ്പിനേഷൻ ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ ക്യാമ്പസ് എല്ലാം നോക്കുമ്പോൾ 8 സിനിമകൾ ഞാൻ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയൽ, പിന്നെ എൻ്റെ പെണ്ണെന്നുള്ള സീരിയലിൽ MLA ഫ്രീ ആയിട്ട് ചെയ്തു. പിന്നെ ശ്രീവധം സീരിയലിൽ ജിൻഡോയുടെ കൂട്ടാനായിട്ട് നമ്മളെ കൃഷ്ണപ്രസാദിൻ്റെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ ഒരു ഡ്രൈവറായിട്ട് മറ്റേ ഒരു വേഷം ചെയ്തു. പിന്നെ സീരിയലൊന്നും ചെയ്തിട്ടില്ല. അതായിരുന്നു ചെയ്തത്. പിന്നെ ഉണ്ണിച്ചേട്ടൻ തന്നെ മറിമായം, ബാക്ക് ബെഞ്ചേഴ്സ്, പിന്നെ ലാസ്റ്റ് വന്ന് എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞത് ഉപ്പുമുളക് എന്നുള്ള സീരിയൽ. തീർച്ചയായിട്ടും അതാണ് എൻ്റെ അടുത്ത ചോദ്യം. അതെ. തീർച്ചയായിട്ടും ശ്രദ്ധേയമായ വേഷം ചെയ്തതാണ് നമ്മുടെ ഫ്ലവേഴ്സിലെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകും. അതിലോട്ട് കടന്നു വന്ന സാഹചര്യം ഒന്ന് പറയാമോ? ഉപ്പുമുളകും എനിക്ക് തോന്നുന്നു 250 എപ്പിസോഡ് ആയപ്പോഴത്തേക്കും ഞാൻ ആ സെറ്റിൽ ചെല്ലുകയും ഡയറക്ടറായി ഉണ്ണിച്ചേട്ടനെ കാണുകയും ചെയ്തു. ഉണ്ണിച്ചേട്ടൻ മുന്നേടാ, ഇതിലൊരു വേഷമില്ല, നീ എന്തെങ്കിലും നോക്ക്, എന്തെങ്കിലും അതിൽ അഫ്സലിനെ കണ്ട് എഴുതി. അപ്പോൾ എനിക്ക് എഴുതുന്നതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഓൺലൈൻ ഉണ്ടാക്കാൻ എനിക്കറിയാം. അങ്ങനെ ഞാൻ അഫ്സലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അഫ്സൽ പറഞ്ഞു, അണ്ണ എന്തെങ്കിലും ഉണ്ടാക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാൻ ഒരു പാൽക്കാരൻ്റെ വേഷം, ഒരു പത്രക്കാരൻ്റെ വേഷം അഫ്സലിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അഫ്സൽ അത് പാൽക്കാരൻ എന്ന് പറയുമ്പം ഒരിത് വരുന്നില്ല. അങ്ങനെ അവസാനം പത്രക്കാരൻ്റെ വേഷം അത് ഓക്കെ ആക്കിയാണ് അതിലെനിക്ക് ഉപ്പുമുളക് കിട്ടിയത്. ആദ്യത്തെ ഒരു 5 എപ്പിസോഡാണ് ആദ്യം എനിക്ക് പറഞ്ഞു തന്നെങ്കിലും ഞാൻ 45-50 എപ്പിസോഡും അത് ചെയ്തു. അത് തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു, എവിടെ വെച്ചാണെങ്കിലും ഇപ്പോൾ ഉപ്പുമുളക് കണ്ട് തിരിച്ചറിയുന്നവർ അറിയുന്നുണ്ട് ഇപ്പം. എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക്, കണ്ണൻ്റെ വീട്ടിൽ വിനായകൻ, നമ്മളെ സിനിമാടൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വിനായകൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസും, അതുപോലെ തന്നെ ഒരുപാട് സിനിമ സംവിധാനം കൂടെ
കൂടുതൽ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. തമിഴ് ഡയറക്ടർ ഷഹീദ് ഖാദർ. അപ്പോൾ അവരുടെയൊക്കെയുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? വിനായകൻ, ഷഹീദ് ഖാദറൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ടച്ച് ചെയ്തിട്ട് പോയിട്ടുള്ള വ്യക്തികളാണ്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഇപ്പം ചെയ്ത നമ്മളെ ട്രാഫിക്കിൻ്റെ തമിഴിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത ഡയറക്ടറാണ് ഷഹീദ് ഖാദർ. ഇന്ന് വിജയ് സേതുപതി പടത്തിൻ്റെ അസോസിയേറ്റ് ആണ് പുള്ളി തമിഴിൽ. വിനായകൻ, ഇവരൊക്കെ ജസ്റ്റ് വീട്ടിൽ വന്നിട്ട് പോയ വ്യക്തികളാണ്. അന്നത്തെ എൻ്റെ ഫ്രണ്ട്സായിരുന്നു. അതൊക്കെ എത്രയോ 20 വർഷം മുമ്പ്, അവരെ ഒന്നും ആവുന്നതിന് എത്രയോ നാൾ മുമ്പാണ് അതൊക്കെ. ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്. കുടുംബത്തിൽ നിന്നായാലും നാട്ടിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട്. ആ സപ്പോർട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? കുടുംബത്തിൽ നിന്നും വലിയ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും നെഗറ്റീവ് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ നാട്ടിൽ നിന്ന് കിട്ടിയ ആദരവ്, നമ്മൾ തൊട്ടിപ്പുറത്തിറക്കുന്ന സ്റ്റാർ ന്യൂസിൻ്റെ ഒരു ആദരവ് വർഷം മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ 3-4 ആദരവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു 2 വർഷം മുമ്പ് നമ്മളെ രാധാമാധവ ക്ഷേത്രം അവിടുത്തെ പൊങ്കാല ഉദ്ഘാടനം ഞാനായിരുന്നു. ഒരു 3 വർഷം മുമ്പ് ഈ ആലഞ്ചേരി അമ്പലത്തിൽ ഞാനായിരുന്നു. സാധാരണ സ്ത്രീകളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അന്ന് അവർ എല്ലാം കൂടെ തീരുമാനിച്ച് ഒരു ആണിനെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിൽ ആദ്യമായിട്ട് അവിടെ ഒരു ആണ് ചെയ്തത് ഞാൻ തന്നെയാണ്. രാധാമാധവ ക്ഷേത്രം ആലഞ്ചേരിയിൽ പൊങ്കാല രാവിലെ 6 മണിക്ക്. എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക്, പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങളുടെ ടീം ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നതായിട്ട് അറിയപ്പെട്ടു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ ഒരു സംഭവം എന്ന് പറയുന്നത് 8 വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സബ്ജക്റ്റ് ഞാനെൻ്റെ ഒരു സുഹൃത്ത് ജ്യോതിഷി നായരുടെ പറയുകയും, ആ കോൺസെപ്റ്റ് എൻ്റെയാണ്. അതിൻ്റെ പിന്നെ ഓൺലൈനിൽ ഞാൻ എഴുതി കൊടുത്തു. ഇപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് ഒരു 27 പിന്നെ സീനോളം എഴുതി. അത് നമ്മളെ നാട്ടിൽ തന്നെ ഇരുന്നാണ് എഴുതിയത്. അവരിപ്പോൾ ഈ അടുത്ത മാസം തൊട്ട് അത് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ബാലൻസ് എഴുതാൻ തീരുമാനിച്ചെന്ന് എനിക്കാന്ന് വിളിച്ച് പറഞ്ഞു. നമ്മൾ എൻ്റെ നോട്ടം എന്ന് വെച്ചാൽ അവരെ നോട്ടം അതിൽ ആപ്റ്റായ ആർട്ടിസ്റ്റാണ്. ഒന്ന് ബിജു മേനോൻ, ഒന്ന് മഞ്ജു വാര്യർ. ഇത് 3 കാലഘട്ടത്തിൻ്റെ കഥയാണ്. നമ്മളെ പെരുമൺ ദുരന്തം, കാർഗിൽ യുദ്ധം, പ്രസൻറ്റിൽ ഈ 2024. അങ്ങനെ 3 കാലഘട്ടത്തിൻ്റെ കഥയാണ് ആ സിനിമ പറയുന്നത്. എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക്, കല, പ്രണയം, വിപ്ലവം, അതുപോലെ തന്നെ ഹാങ് ഓവർ, അതുപോലെ തന്നെ കൂട്ടത്തിലൊരാൾ എന്ന 3 സിനിമകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു. ഞാനും ഉൾപ്പെടെ പടം കണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള അനുഭവം പങ്കുവയ്ക്കാമോ? അതിൽ ഹാങ് ഓവർ എന്നുള്ള സിനിമയിലെ ഷൂട്ടിങ്ങുകളിൽ അനസും തീർച്ചയായിട്ടും ഞാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നു. ഹാങ് ഓവർ ഒരു ചെറിയ ക്യാരക്ടറാണ് ചെയ്തത്. കലാവിപ്ലവം പ്രണയത്തിലാണ് ശക്തമായൊരു സഖാവിൻ്റെ വേഷം ചെയ്തത്. പക്ഷേ ആ പടം വലുതായിട്ട് ജനശ്രദ്ധ നേടിയില്ല. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ കൂട്ടത്തിലൊരാൾ, സിദ്ദിഖിൻ്റെ കൂടെ. അത് നല്ല ഒരു ആവറേജ് ഹിറ്റായിരുന്നു സിനിമ. അതിലൊരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്തത്. ആ 3 സിനിമയും ചെയ്തു. അതെല്ലാം കൂടെ കൂട്ടിയാണ് 7 സിനിമ ചെയ്തതെന്ന് നേരത്തെ പറഞ്ഞത്. കണ്ണൻ്റെ കുടുംബത്തിനെ പറ്റി പറഞ്ഞില്ലല്ലോ. കുടുംബം അച്ഛൻ, അമ്മ, 2 മക്കൾ, ഒരാണ് ഒരു പെണ്ണ്. മകന് 9 പഠിക്കുന്നു, മോൾ 8 പഠിക്കുന്നു. മകൾ 9, 8 പഠിക്കുന്നു. പിന്നെ ഭാര്യ ഹൗസ് വൈഫാണ്. സന്തുഷ്ടമായിട്ട്. മക്കൾക്ക് ഈ കല ഇത് കിട്ടിയിട്ടുണ്ടോ? മോന് കലയൊന്നും കിട്ടിയില്ലെങ്കിൽ അവന് ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യമാണ്. അതേ ഉള്ളൂ. മകൾക്ക് അങ്ങനെ പഠിക്കാമെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത വളരെ പ്രശസ്തിയുള്ള ചോദ്യമാണ്. പണ്ട് സിനിമാ മോഹവുമായി അലഞ്ഞു നടന്ന സമയം, ആ കാലഘട്ടവും ഇപ്പോഴത്തെ ന്യൂജൻ സിനിമ കാലഘട്ടം തമ്മിലുള്ള താരതമ്യം വെച്ച് നോക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ? പണ്ട് ഞാനൊക്കെ ഷാജി സാറിൻ്റെ വീട്ടിൽ അവിടെയൊക്കെ 1 മണിക്കൂറൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഷാജി കൈലാസിനെയൊക്കെ ഞാൻ കാണുന്നത്. അന്നേരം നാട്ടുരാജ സിനിമയിൽ ഞാൻ ഒരു വേഷം ചെയ്തതാണ്. പക്ഷേ ചില റീസൺസാണ് അത് കട്ട് ചെയ്തു പോയതാണ്. സാറിനെന്നെ നന്നായിട്ട് അറിയാം. കാര്യം ഒരുപാട് ദിവസം ഞാൻ സാറിൻ്റെ വീട്ടിൽ ഇറങ്ങിയതാണ്. പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷന് അവസരങ്ങൾ ഒരുപാടുണ്ട്. കാര്യം അവർക്ക് കയറി പോകാനുള്ള പല പല രീതിയിലുള്ള, അവരെന്താണ് അവരുടെ എയിം, അവർക്കുള്ള എന്താണ്, ഏത് കലയാണ് അവർ, മിമിക്സ് ആയാലും പാട്ടായാലും അവർക്ക് കയറി പോകാനുള്ള അവസരങ്ങൾ പഴയതിനെക്കാട്ടി ഇന്ന് സിനിമയിലുണ്ട്. സിനിമയിലോട്ട് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് പഴയതിനെക്കാട്ടി കൂടുതലാണ്. തേടിപ്പോയാൽ കിട്ടാൻ അവസരങ്ങൾ കൂടുതലാണ്. അതിന് ഉദാഹരണമാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ഷമീറുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് പ്രേമലു എന്നുള്ള സിനിമ കണ്ടപ്പോൾ അതിലൊരു അധ്യാപകനായിട്ടാണ് അഭിനയിക്കുന്നത്. എൻ്റെ റൂമിൽ ഒരുമിച്ച് കിടന്നതാണ്. ഉപ്പുമുളകിൽ റൈറ്ററായിട്ട് വന്നു. അന്നേ അവന് ആക്ടിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ മെനങ്ങാന്നാണ് ഞാൻ മറ്റേ OTT റിലീസ് ചെയ്തപ്പോൾ ഞാൻ കാണുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് സിനിമയിൽ മീശയൊക്കെ പഠിച്ച് ഇന്നിപ്പോൾ കാണുന്നെങ്കിൽ അവനറിയാൻ പറ്റും എന്നെ. അവൻ നല്ല വേഷം ചെയ്തു, നല്ല രീതിയിൽ അവൻ ചെയ്തു. ക്ലൈമാക്സ് വരെ സിനിമയിലുണ്ട്. അതിൽ ഈ പിന്നെ മെയിൻ ഹീറോയിനെ കൊണ്ടുവന്ന് എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുന്ന ഷമീർ കായംകുളത്തുകാരനാണ് തോന്നുന്നു, അല്ലെങ്കിൽ ശാസ്താംകോട്ടക്കാരനാണ്. അതാണ് ഇന്നത്തെ ആൾക്കാർക്ക് ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ അന്നത്തെക്കാട്ടി. അന്ന് ഞാനൊക്കെ അലയുന്നതിനെക്കാട്ടി അത്രയും അലയണ്ട. ഇന്ന് ചെന്ന് എത്താൻ അവർക്കുള്ള എയിം എന്താണോ അവിടെ ചെന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം പഴയതിനെക്കാട്ടി ഇന്ന് കൂടുതലാണ്. ഓക്കെ. കണ്ണൻ്റെ കുടുംബത്തിനെ പറ്റി പറഞ്ഞില്ലല്ലോ. കുടുംബം അച്ഛൻ, അമ്മ, 2 മക്കൾ, ഒരാണ് ഒരു പെണ്ണ്. മകന് 9 പഠിക്കുന്നു, മോൾ 8 പഠിക്കുന്നു. മകൾ 9, 8 പഠിക്കുന്നു. പിന്നെ ഭാര്യ ഹൗസ് വൈഫാണ്. സന്തുഷ്ടമായിട്ട്. മക്കൾക്ക് ഈ കല ഇത് കിട്ടിയിട്ടുണ്ടോ? മോന് കലയൊന്നും കിട്ടിയില്ലെങ്കിൽ അവന് ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യമാണ്. അതേ ഉള്ളൂ.
മകൾക്ക് അങ്ങനെ പഠിക്കാനൊന്നും അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കഥാപാത്രങ്ങളും നല്ല നല്ല വർക്കുകളും തേടിയെത്തട്ടെ. സാക്ഷി ടി വിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഈ ഒരു എളിയ കലാകാരനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയ അനസിനും സാക്ഷി ടി വിയുടെ എല്ലാ പ്രവർത്തകർക്കും ടെക്നീഷ്യന്മാർക്കും എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഏർപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.